ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പരസ്പരം താങ്ങും തണലാവേണ്ട പ്രായത്തിൽ ഞങ്ങളെ വേർപിരിക്കാൻ നോക്കിയവരാ മക്കള്. മാധവേട്ടൻ പോയ ഉടനെ പ്രകാശ് ഇവിടെ വന്നിരുന്നു. എന്നിട്ട് മാധവേട്ടനെ കുറിച്ച് വളരെ മോശമായിട്ട് അവൻ എന്നോട് സംസാരിച്ചത്. എത്രയും പെട്ടെന്ന് കേസ് പിൻവലിച്ച് മര്യാദയ്ക്ക് നിന്നില്ലെങ്കിലുണ്ടല്ലോ, നേരത്തെ വർഷാപ്പടിച്ച് പൊളിച്ചതേ ഉള്ളൂ. ഇനി ചിലപ്പോ ജനിപ്പിച്ച തന്തയാണെന്ന് പോലും ഞാൻ നോക്കില്ല. മീനാക്ഷിയുടെ മുന്നിൽ വെച്ച് മാധവേട്ടനെ മോശക്കാരനായി പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അതാ ഞാൻ സാരമില്ല ചന്ദ്രു, അത് മറന്നേക്ക്. മറക്കല്ല മാധവേട്ട, മനസ്സിൽ ഉറപ്പിക്കുക ഞാൻ. ഇനി കോടതിയിൽ കേസ് നടക്കുമ്പോ ഞാനും കോടതിയിലേക്ക് വരും. മാധവേട്ടനോടൊപ്പം മക്കൾക്ക് നേരെ ഞാനും പോരാടും. ചന്ദ്രിക ആൺമക്കളെ പ്രസവിച്ചിട്ടില്ലെന്ന് കരുതും. ചന്ദ്രു, ഇന്നലെ വരെ നിന്റെ മനസ്സ് നിറയെ ഒരമ്മയുടെ വാത്സല്യമായിരുന്നില്ലേ? അതെ, ഇന്ന് ഒരു ഭാര്യയുടെ കരുതലാ. ഭർത്താവ് ആരുടെ മുന്നിലും തോൽക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയുടെ കരുതൽ. അപ്പോ മാധവൻ വിജയം ഉറപ്പിച്ചു. മിസ്റ്റർ മാധവൻ നായർ, നിങ്ങൾ ഇതുവരെ കോടതിയെ ബോധിപ്പിച്ചതെല്ലാം വീട്ടുകാര്യങ്ങളാണ്. വീട്ടിൽ വെച്ച് സംസാരിച്ച് പരിഹരിക്കേണ്ടതായ കാര്യങ്ങൾ അതെന്തിനാണ് കോടതി വരെ എത്തിച്ചത്? നിങ്ങളുടെ മകൻ പറഞ്ഞതുപോലെ ആൺമക്കളോട് നിങ്ങൾ പക്ഷാഭേദം കാണിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റുമോ? തീർത്തും നിഷേധിക്കുന്നു. ഈ പ്രശ്നം കോടതിയിൽ വരെ എത്തിക്കാൻ പര്യാപ്തമായ കാരണം ഞാൻ തുടക്കത്തിൽ തന്നെ കോടതി മുമ്പാകെ ബോധിപ്പിച്ചിരുന്നു. തിരക്കിനിടയിൽ ഒരുപക്ഷെ വക്കീൽ അത് മറന്നുപോയതാകും. ജീവിക്കാനുള്ള സർവ്വ വഴിയും അടഞ്ഞപ്പോ ഞാനും ഭാര്യയും എങ്ങോട്ടെന്നില്ലാതെ ഒളിച്ചോടി. മക്കളാരും തേടി വന്നില്ല. പിന്നെ പഴയ ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ ഒരു തുണ്ട് ഭൂമി സ്വന്തമായി വാങ്ങി അതിലൊരു വർക്ക്ഷോപ്പ് തുടങ്ങി. ഒരുവിധം പച്ചപിടിച്ച് വന്നപ്പോ എന്റെ ആൺമക്കൾ അവിടെ എത്തി. വർക്ക്ഷോപ്പ് പൂട്ടിക്കാനും വസ്തു അവരുടെ പേരിൽ വ്യവസ്ഥ ചെയ്യിക്കാനും വേണ്ടി. അപ്പോഴാണ് മനസ്സിലായത്, മനോജും പ്രകാശും ഞങ്ങൾക്ക് പിറന്ന ആൺമക്കളല്ല, ഞങ്ങളുടെ അവസാന തുള്ളി രക്തവും ഊറ്റാൻ പിറന്ന പിശാചുക്കളാണെന്ന്. അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്നല്ലേ വക്കീൽ സാറേ? കോടതിയിലല്ലാതെ മറ്റൊരു അഭയസ്ഥാനവുമില്ലെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് പ്രശ്നം കോടതിയിലേക്ക് വലിച്ചിഴച്ചത്. അതാണ് ചന്ദ്രിക.
എന്റെ ഭാര്യ. മക്കൾക്ക് വേണ്ടി ഒരു ആയുസ് തന്നെ ഹോമിച്ചു കളഞ്ഞ ഒരു പാവം പെറ്റമ്മ. മക്കൾക്കെതിരെ കേസ് കൊടുത്തതോർത്ത് ഞാൻ കാണാതെ കണ്ണീരൊഴുക്കുന്ന ആ പാവത്തിനെ പോലും മക്കൾ വെറുതെ വിട്ടില്ല. ദേഹോപദ്രവം വരെ ഏൽപ്പിച്ചു. എന്റെ ചന്ദ്രികയെ ഉപദ്രവിക്കാൻ ഇവർക്കെന്ത് അവകാശം? ചന്ദ്രിക വർമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എവിടെയോ കണ്ടു മറന്ന മുഖം. ഒരാളെപ്പോലെ 7 പേരുണ്ടെന്നാണല്ലോ. മാധവൻ നായരും ചന്ദ്രിക വർമ്മയും തമ്മിലുള്ള പ്രണയകഥ കേട്ടപ്പോഴേ ഒന്ന് കാണണമെന്ന് വിചാരിച്ചു. ശരി, എന്താണ് കോടതിയെ ബോധിപ്പിക്കാനുള്ളത്? മാധവേട്ടൻ പറഞ്ഞതൊക്കെ സത്യ. സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിച്ച ആളാ. ആവശ്യം കഴിഞ്ഞപ്പോ ആർക്കും വേണ്ട. പരസ്പരം താങ്ങും തണലാവേണ്ട പ്രായത്തിൽ ഞങ്ങളെ വേർപിരിക്കാൻ നോക്കിയവരാ മക്കള്. ആർക്കൊരു ശല്യമാവാതെ എല്ലാവരുടെ കണ്ണിൽ നിന്നും അകന്ന് അധ്വാനിച്ച് ജീവിക്കാന്ന് കരുതിയപ്പോ അതിനും അനുവദിക്കുന്നില്ല. ഏട്ടാ, അമ്മ കൂടി വന്നപ്പോ കേസിന്റെ രീതി മാറി. ഇപ്പോ കോടതി മാപ്പ് പറഞ്ഞ് തടിയൂരാം. മിണ്ടാതിരിക്കണം അവിടെ. മാപ്പ് പറയണ പ്രശ്നമില്ല. എന്റെ കൂടെ കട്ടയ്ക്ക് നിന്നോണം, കേട്ടല്ലോ. യുവർ ഓണർ, പ്രായമേറിയ 2 പേര് വന്ന് കള്ളം പറഞ്ഞ് കരഞ്ഞു വിളിച്ചാല് കോടതിയുടെ മനസ്സുമാറൊന്ന് തെറ്റിദ്ധരിച്ച 2 വിഡ്ഢികളാണ് മാധവനും ചന്ദ്രികയും. മാനത്തെ കൊട്ടാ